നിലവിലിപ്പോൾ രഞ്ജിത്തിനെതിരെ നിരവധി പരാതികൾ പോലീസിനും പ്രത്യേകിച്ച് പോലീസ് മേധാവിക്കടക്കം ലഭിച്ചിട്ടുണ്ട്. അത് യൂത്ത് കോൺഗ്രസിൻ്റെയും ഒപ്പം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒക്കെ ഭാഗത്തു നിന്നാണ് ആ നിയമ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരാതിയുള്ളത്. ഇതുവരെ പരാതി ഉന്നയിച്ച ശ്രീലേഖ മിത്ര ഔദ്യോഗികമായി പരാതി നൽകിയിട്ടുമില്ല. നമ്മൾ ഇന്നലെ പോലീസ് ഉന്നതരുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് നിലവിൽ മൂന്നാം കക്ഷികളിൽ നിന്ന് ലഭിച്ച പരാതികളിൽ നടപടിയെടുക്കാനോ FIR ഇടാനോ പറ്റാത്ത സാഹചര്യമാണ്. അതുമായി ബന്ധപ്പെട്ട നിയമവശങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആരോപണം ഉന്നയിച്ചവർ നേരിട്ട് വരാതെ ഒരു കേസിലേക്കോ അല്ലെങ്കിൽ FIRയിലേക്കോ പോകാൻ ഇപ്പോൾ നിർവാഹമില്ല എന്നുള്ള നിലപാടാണ് ഇന്നലെ രാത്രി വരെ പോലീസ് തലപ്പത്ത് ഉണ്ടായിരുന്നത്. പക്ഷേ അതിൽ നിന്നൊക്കെ കാര്യങ്ങൾ കൈവിട്ടുപോയി. രഞ്ജിത്തിനെതിരെ ഉന്നയിച്ച ആരോപണത്തിന്റെ വെളിച്ചത്തിൽ അദ്ദേഹം രാജിവെച്ചിരിക്കുന്നു. സിദ്ദിഖിനെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണത്തിൽ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്, അതായത് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനവും രാജിവെച്ചിരിക്കുന്നു. പക്ഷേ ഈ രണ്ട് ആരോപണങ്ങളും ഗൗരവമുള്ള സ്ത്രീ പീഡന കുറ്റങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട് ഇനി എന്ത് നിയമ നടപടി വേണം എന്നുള്ള ആവശ്യം ഉയർന്നു കഴിഞ്ഞു. സ്ത്രീ സമൂഹമടക്കം സിനിമാ രംഗത്ത് നിന്ന് അത്തരമൊരു ആവശ്യം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം അങ്ങനെ ഒരു നിയമ നടപടിയിലേക്ക് പോയാൽ മാത്രമേ ഇത്തരം അനുഭവങ്ങളിലൂടെ പോയ സ്ത്രീകൾക്ക് ആത്മവിശ്വാസവും ഇനി എന്തെങ്കിലും ഒരു ആരോപണം അവർക്ക് അല്ലെങ്കിൽ പരാതി നൽകാനുണ്ടെങ്കിൽ അവർക്ക് ധൈര്യമായി മുന്നോട്ട് വരാനുള്ള ആത്മവിശ്വാസം നൽകൂ എന്നുള്ള ഒരു വിലയിരുത്തലാണ് പൊതുവെ ഉയർന്നിരിക്കുന്നത്. അതുകൊണ്ട് നിലവിൽ ലഭിച്ച പരാതികൾ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന മാധ്യമങ്ങളിലൂടെ വന്ന ഈ പ്രതികരണങ്ങൾ അവരെല്ലാം മുഖം മറയ്ക്കാതെ പരസ്യമായി അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഈ ആരോപണം ഉന്നയിച്ചവരെല്ലാം രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു മൊഴിയായി കണക്കാക്കിക്കൊണ്ട് കേസെടുക്കുന്ന നടപടികളിലേക്ക് പോകേണ്ടി വരും. അതിനുള്ള നിയമ ആലോചനകളാണ് പോലീസ് തലപ്പത്ത് നടക്കുന്നത്. ഒരു പക്ഷേ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ആരോപണം ഉന്നയിച്ചവരുടെ സമീപത്തേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട്. അതുകൂടി ആലോചിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് പരാതി ഔദ്യോഗികമായി തരാൻ താല്പര്യമുണ്ടോ എന്ന് പോലീസ് അങ്ങോട്ട് പോകാനുള്ള സാധ്യത കൂടിയുണ്ട്. കാരണം അത്രമേൽ സമ്മർദ്ദം സർക്കാരിന് മുകളിലുണ്ട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികളിൽ നിയമ നടപടി ഇതിപ്പം മണിക്കൂറുകളായി ശ്രീലേഖ മിത്രയുടെ ഈ ഒരു ലൈംഗികാതിക്രമം നടന്നു, എങ്ങനെ നടന്നു, എപ്പോൾ നടന്നു, ആരോടൊക്കെ അന്ന് പറഞ്ഞു എന്ന ഒരു വെളിപ്പെടുത്തൽ വന്നിട്ട് 2 ദിവസമാകുന്നു. ഇന്നലെയൊക്കെ രാജി ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ ഉണ്ടായില്ല. ആദ്യം ന്യായീകരിക്കാൻ രഞ്ജിത്ത് ശ്രമിക്കുന്നതും നമ്മൾ കേട്ടതാണ്. ഇത് ആദ്യം എന്തുകൊണ്ട് രാജിയില്ല എന്നൊരു ഉത്തരമായി കിട്ടിയത്, അഥവാ ഈ ഒരു പരാതി കാരണം രാജിവെച്ചാൽ, സ്ഥാനമൊഴിഞ്ഞാൽ ആ ഒരു പരാതി സ്ഥിരീകരിക്കുന്ന തലത്തിലേക്ക് അല്ലെങ്കിൽ അത് ഓൺ ചെയ്യുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പോൾ നിയമ നടപടിയിലേക്കൊക്കെ ഭാവിയിൽ കടക്കുമ്പോൾ അത് കൂടുതൽ പ്രതിരോധത്തിലാക്കുമെന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ ഒരു തരത്തിലും നിൽക്കക്കള്ളി ഇല്ലാതെ ആദ്യം സിദ്ദിഖിന് രാജി വരുന്നത്, ഇനി ഒരു തരത്തിലും പ്രതിരോധിക്കാൻ കഴിയാതെ വരും. അങ്ങനെ സർക്കാർ കൂടി കൈവിടുന്നു. അങ്ങനെയല്ലേ രാജി വരുന്നത്? തീർച്ചയായിട്ടും രഞ്ജിത്തിനെ പൂർണ്ണമായും സർക്കാർ കൈയൊഴിഞ്ഞു കഴിഞ്ഞു. കാരണം പ്രത്യേകിച്ച് സർക്കാരിനെ മുഴുവനല്ല, സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇന്നലെ എടുത്ത ഒരു നിലപാട് ഏതോ ഒരു സ്ത്രീ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഏതോ ഒരു സംഭവം അല്ലെങ്കിൽ ഒട്ടും വിശ്വസനീയമല്ലാത്തൊരു സംഭവം പുറത്തു പറഞ്ഞിരിക്കുന്നു എന്ന നിലയ്ക്ക് തന്നെയായിരുന്നു സജി ചെറിയാൻ്റെ പ്രതികരണം. കാരണം ഇനി ഒരു പക്ഷേ നാളെ ഈ ആരോപണം തെറ്റാണെന്ന് തെളിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ആരോപണ വിധേയൻ നിരപരാധിയാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും എന്നൊക്കെയുള്ള ഒരു മന്ത്രിയുടെ ഭാഗത്തുനിന്ന് വരാൻ പാടില്ലാത്ത അതിവിചിത്രമായ പ്രതികരണമാണ് മന്ത്രിയുടെ സജി ചെറിയാൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ ഈ ആരോപണം ഉന്നയിച്ച ശ്രീലേഖ മിത്ര കൃത്യമായി പറഞ്ഞിരുന്നു അന്ന് രാത്രിയിൽ എന്താണ് സംഭവിച്ചത്. അന്ന് രാത്രിയിൽ അവർ അനുഭവിച്ച മാനസിക സമ്മർദ്ദം എത്രത്തോളമാണ്. സ്വന്തം ജീവൻ വരെ നഷ്ടപ്പെടുമെന്ന ഭീതിയിൽ ഒരു ഹോട്ടൽ മുറിയിൽ ഒറ്റയ്ക്കൊരു രാത്രിയിൽ സോഫ സെറ്റി അടക്കം പ്രധാന വാതിലിന് മുന്നിൽ നീക്കി വെച്ചുകൊണ്ട് ഒരു രാത്രി കഴിഞ്ഞുകൂട്ടിയ ട്രോമ അവർ അത്രയും വ്യക്തമായി തന്നെ പറഞ്ഞതാണ്. മാത്രമല്ല ആ രാത്രിയിൽ ഈ സംഭവം അവർ ആരോടൊക്കെ റിപ്പോർട്ട് ചെയ്തു എന്നുള്ള കാര്യവും അവർ വ്യക്തമായി പറഞ്ഞതാണ്. ഇപ്പൊ നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിക്കുകയാണെങ്കിൽ പല സ്ത്രീകളും പറഞ്ഞൊരു കാര്യമായി അതിൽ എഴുതി വെച്ചിട്ടുള്ളത്, ഇത് പുറത്തു പറയാൻ ഭയമാണ്. കാരണം അവസരം നഷ്ടപ്പെടും, സ്വന്തം ജീവന് ഭയം, ഈ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് അവസരം നഷ്ടമാവും, സുഹൃത്തുക്കൾക്കും ബന്ധുക്കളുടെ ഒക്കെ ജീവന് അപായം ഉണ്ടായേക്കാമെന്ന ഒരു ഭയം ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പല സ്ത്രീകളും പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ ശ്രീലേഖ മിത്രയുടെ ആരോപണം വരുന്നു കൂടെ നിൽക്കാൻ. അത് ഇതിനു മുൻപ് അവർ പറഞ്ഞതാണെന്ന് പറയുന്നു. ജോഷി ജോസഫ് കൂടെ നിൽക്കുന്നു, അരുൺ അടക്കമുള്ള ഇടതുപക്ഷ അനുകൂലികൾ പോലും കൂടെ നിൽക്കുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കണ്ടു. അതിനപ്പുറം പൂജ, ഈ ശ്രീലേഖ മിത്ര പറഞ്ഞ സംഭവം നടക്കുന്നതിൻ്റെ സാക്ഷികളെന്ന് നിയമപരമായി നിലനിൽക്കുന്ന സാക്ഷികളായി അവിടെ ജോഷി ജോസഫ് ഉണ്ട്. അതിനൊപ്പം തന്നെ അന്ന് ഇവർ ഈ സംഭവം പറയുമ്പോൾ അവർ പറയുന്നു, അവരാദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് രഞ്ജിത്തിൻ്റെ അസോസിയേറ്റായ ശങ്കർ രാമകൃഷ്ണൻ്റെ അടുത്താണ്. അപ്പോൾ അയാളുണ്ട്. ജോഷി ജോസഫ് ഇത് മറ്റൊരു വൈദികനോട് പറയുന്നു, ആ വൈദികൻ അവിടെയുണ്ട്. അപ്പോൾ അങ്ങനെ ആ ദിവസത്തെ സംഭവം അറിയാവുന്ന നിരവധി സാക്ഷികൾ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. സാക്ഷിമൊഴികളുടെ അല്ലെങ്കിൽ ആർക്കൊക്കെ ഇതറിയാമായിരുന്നു അന്നത്തെ സംഭവം എന്ന്
ആ വ്യക്തതയോട് കൂടിയാണ് ശ്രീലേഖ മിത്ര മീഡിയയ്ക്ക് മുന്നിൽ അന്നത്തെ സംഭവം രഞ്ജിത്തിനെതിരെ പറഞ്ഞത്. അതിൽ തെളിവുണ്ട്. മറ്റൊന്ന്, സിദ്ദീഖിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം അതും മറ്റെങ്ങുമല്ലാതെ നടന്നിരിക്കുന്നത്. അത് പോലീസിന് അന്വേഷിച്ചാൽ കണ്ടെത്താൻ പറ്റുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അതും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണെങ്കിലും തിരുവനന്തപുരം നഗരത്തിൻ്റെ മധ്യത്തിലുള്ള മസ്കറ്റ് ഹോട്ടലിൽ വെച്ചിട്ടാണ് തനിക്കെതിരെ ഇത്തരമൊരു ബലാത്സംഗ നടപടി ഉണ്ടായത്, അല്ലെങ്കിൽ അത്രയും ഹീനമായ ഒരു ശ്രമം ഉണ്ടായത് എന്ന പെൺകുട്ടി പറയുമ്പോൾ, ആ കലാകാരി പറയുമ്പോൾ, അത് പോലീസിനെ അന്വേഷിച്ച് കണ്ടെത്താവുന്നതേ ഉള്ളൂ. അന്ന് അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു? ഈ സിദ്ദിഖ് അവിടെ ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഈ പറയുന്ന ആരോപണം ഉന്നയിക്കുന്ന പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്നോ? ഇതൊക്കെ പോലീസ് അന്വേഷിച്ച് കണ്ടെത്താവുന്നതേ ഉള്ളൂ. നിലവിൽ പോലീസിന്റെ മുന്നിൽ ഈ ആരോപണം ഉന്നയിച്ചവർ പരാതി നൽകിയിട്ടില്ല എന്നുള്ളൊരു സാങ്കേതികത്വത്തിൽ തൂങ്ങിയാണ് ഇപ്പോഴും നിയമ നടപടികളിലേക്ക് കാലം അത് പറഞ്ഞ് പരാതിയില്ല, പരാതിക്കാരിയില്ല, സർക്കാരിന് മുന്നിലേക്ക് പരാതി വന്നില്ല എന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന വലിയ ചോദ്യം അവശേഷിക്കുന്നുണ്ട്. ഈ ലൈംഗികാതിക്രമ ആരോപണങ്ങളിൽ ഒറ്റ ദിവസം മലയാള സിനിമയിലെ 2 പ്രമുഖരുടെ കസേരയാണ് തെറിച്ചിരിക്കുന്നത്. ഒരാൾ അമ്മയുടെ ജനറൽ സെക്രട്ടറി, മറ്റൊരാൾ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ. ഗത്യന്തരമില്ലാതെ ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനവും രഞ്ജിത്തും അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖും ഇന്ന് രാജിവെച്ചിരിക്കുകയാണ്.